ഹലോ ഗൈസ്, എനിക്കിന്ന് ജോലിയില്ലാത്തതുകൊണ്ടും പിള്ളേര് സ്കൂളിൽ പോയതുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഔട്ടിങ്ങിനായിട്ട് പുറത്തോട്ട് ഇറങ്ങി. കുറെ നാളുകൾക്ക് ശേഷമാണ് പിള്ളേരില്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. കാരണം വെക്കേഷൻ കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പൈപ്പിലെ ലൈറ്റ് ഹൗസിൽ പോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ഏകദേശം 12:30 കൂടി ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ എത്തിച്ചേർന്നു. ഞങ്ങളെപ്പോൾ തന്നെ വേറെ 2-3 കപ്പിൾസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടും വെക്കേഷൻ കഴിഞ്ഞതുകൊണ്ടുമായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസ് കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ അകത്തോട്ട് പ്രവേശിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീഡിയോ ഫോട്ടോഗ്രാഫിക്കും കൂടി മൊത്തം 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് കേരളത്തിൽ എവിടെയൊക്കെ ഇതുപോലെ ലൈറ്റ് ഹൗസ് വേറെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് വഴി തന്നെയാണ് കയറാൻ ഉദ്ദേശിച്ചത്. കാരണം സ്റ്റെപ്പ് വഴി കയറുന്ന എക്സ്പീരിയൻസ് വേറൊന്നും തന്നെയല്ലേ. അകത്തോട്ട് ആർക്കും ചെരുപ്പിട്ട് പ്രവേശനമില്ല. അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എല്ലാ സ്റ്റെപ്പുകളും നല്ല വൃത്തിയോടും നീറ്റോടും കൂടി സൂക്ഷിച്ചിട്ടുണ്ട്. പകുതിയോളം സ്റ്റെയർ കേസുകൾ കയറി കഴിയുമ്പോൾ തന്നെ ജനലിലൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ടയർഡായി. മുകളിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വല്ലാതെ ദാഹിച്ചു. കയ്യിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് മുകളിലെത്തിയത് വെറുതെ ആയില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു ഞങ്ങളത്. വൈപ്പിൻ ബീച്ചും കണ്ടെയ്നർ ടെർമിനലും അറബിക്കടലും കൂടി ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന വലിയൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. എന്തൊക്കെ പറഞ്ഞാലും കണ്ണിനെ കോരിത്തരിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യം തന്നെയായിരുന്നു അത്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്ത നിമിഷമായിരുന്നു അത്. എത്ര നേരം കണ്ടിരുന്നാലും മടുപ്പിക്കാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ഏറെക്കുറെ 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവിട്ടു. അതിനുശേഷം ഞങ്ങൾ തിരികെ പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. മുകളിലോട്ട് കയറിയത് സ്റ്റെപ്പ് വഴിയാണെങ്കിൽ തിരിച്ചിറങ്ങാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ലിഫ്റ്റാണ്. അത്യാവശ്യം 4 പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാവുന്ന ലിഫ്റ്റ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴത്തോട്ടെത്തി. ലൈറ്റ് ഹൗസിന്റെ ചുറ്റും ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് വിവിധ തരത്തിലുള്ള ചെടികളും പൂക്കളും സസ്യങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് വന്ന് കളിച്ചുല്ലസിക്കുവാനും കുറച്ചു നേരം കുശലം പറഞ്ഞിരിക്കുവാനും വേണ്ടിയിട്ട് ഇവിടെ പാർക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെ നമുക്ക് മറ്റു പല കാഴ്ചകളും ഈ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ലൈറ്റ് ഹൗസ് ഒന്ന് കാണണമെന്നും മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതും. അതെന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നടന്നു. ഇതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള വൈപ്പിൻ ബീച്ചിലേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.